ഹായ്. ഇലക്ട്രിക്കൽ മെഷറിംഗ് ഇൻസ്ട്രുമെന്റ്സിന്റെ രണ്ടാമത്തെ പാർട്ടാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ക്ലാസിഫിക്കേഷൻ ഓഫ് ഇൻസ്ട്രുമെന്റ്സ്. ബേസിക്കലി ഇൻസ്ട്രുമെന്റ്സിനെ രണ്ടായിട്ടാണ് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. ഒന്ന് അബ്സല്യൂട്ട് ഇൻസ്ട്രുമെന്റ്സും രണ്ട് സെക്കൻഡറി ഇൻസ്ട്രുമെന്റ്സും. അബ്സല്യൂട്ട് ഇൻസ്ട്രുമെന്റ്സ് give the magnitude of quantity under measurements in terms of physical constants of the instrument. Okay. ഒരു മാഗ്നിറ്റ്യൂഡ് റെപ്രസെൻറ്റേഷൻ ആണ് അല്ലെങ്കിൽ മാഗ്നിറ്റ്യൂഡ് ആണ് നമുക്ക് അബ്സല്യൂട്ട് ഇൻസ്ട്രുമെന്റ്സ് നമുക്ക് തരുന്നത്. അതുകൊണ്ട് തന്നെ അതിനെ കാലിബ്രേറ്റ് ചെയ്യേണ്ട ഒരു ആവശ്യമൊന്നുമില്ല. അപ്പൊ ഇതിന് ഒരു മെയിൻ എക്സാമ്പിൾ ആണ് ടാൻജന്റ് ഗാൽവനോമീറ്റർ ആൻഡ് റെയ്ലി കറന്റ് ബാലൻസ് എന്ന് പറയും. സെക്കൻഡറി ഇൻസ്ട്രുമെന്റ്സ്. ഇറ്റ് ക്യാൻ ഓൺലി ബി മെഷേർഡ് ബൈ ഒബ്സർവിംഗ് ദി ഔട്ട്പുട്ട് ഇൻഡിക്കേറ്റഡ് ബൈ ദി ഇൻസ്ട്രുമെന്റ്. അതായത് നമ്മൾ അബ്സല്യൂട്ടിൽ ജസ്റ്റ് അതിൻ്റെ ഒരു മാഗ്നിറ്റ്യൂഡ് റെപ്രസെൻറ്റേഷൻ മാത്രമേ തരുന്നുള്ളൂ എന്ന് പറഞ്ഞു. പക്ഷെ സെക്കൻഡറിയിൽ നമുക്ക് മെഷർ ചെയ്യേണ്ട ക്വാണ്ടിറ്റിയെ അവർ ഒബ്സർവ് ചെയ്ത് കണ്ടിന്യൂസ് ആയിട്ട് ഒബ്സർവ് ചെയ്തിട്ട് ആണ് നമുക്ക് മെഷർമെന്റ് തരിക. ഓക്കെ. അപ്പൊ അങ്ങനെ ഒബ്സർവ് ചെയ്യേണ്ട ഒരു ടൈപ്പ് ഇൻസ്ട്രുമെന്റ് ആകുമ്പോൾ ഇതിനെ കാലിബ്രേറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. മെയിൻലി ഇത് ഒരു സ്റ്റാൻഡേർഡുമായിട്ട് കമ്പയർ ചെയ്തിട്ടാണ് നമുക്കൊരു ഔട്ട്പുട്ട് കിട്ടുന്നത്. അപ്പം ഒരു കമ്പാരിസൺ വരുന്നത് കൊണ്ട് തന്നെ നമുക്ക് ഈ ഇൻസ്ട്രുമെന്റ്സിനെ കാലിബ്രേറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ ഈ അബ്സല്യൂട്ട് ഇൻസ്ട്രുമെന്റുമായിട്ട് കമ്പയർ ചെയ്തിട്ടാണ് സെക്കൻഡറി ഇൻസ്ട്രുമെന്റ്സ് നമ്മൾ കാലിബ്രേറ്റ് ചെയ്യുന്നത്. ഓക്കെ. ഒന്നെങ്കിൽ അബ്സല്യൂട്ട് ഇൻസ്ട്രുമെന്റ് അല്ലെങ്കിൽ മറ്റൊരു സെക്കൻഡറി ഇൻസ്ട്രുമെന്റ് വിച്ച് ഹാസ് ഓൾറെഡി ബീൻ കാലിബ്രേറ്റഡ്. ഓക്കെ. ഇപ്പോൾ ഓൾറെഡി കാലിബ്രേറ്റ് ചെയ്ത ഒരു സെക്കൻഡറി ഇൻസ്ട്രുമെന്റുമായിട്ടും ആയിട്ടോ അല്ലെങ്കിൽ അബ്സല്യൂട്ട് ഇൻസ്ട്രുമെന്റ് ആയിട്ടോ കമ്പയർ ചെയ്തിട്ടാണ് ഈ സെക്കൻഡറി ഇൻസ്ട്രുമെന്റ്സിനെ കാലിബ്രേഷൻ നമ്മൾ നടത്തുന്നത്. അപ്പൊ അതിന് എക്സാമ്പിൾസ് ആണ് വോൾട്ട്മീറ്റർ, അമ്മീറ്റർ, അങ്ങനെയുള്ള മറ്റ് മീറ്റേഴ്സ്, മെഷർ ചെയ്യാൻ ഉപയോഗിക്കുന്ന മീറ്റേഴ്സ് എല്ലാം സെക്കൻഡറിക്കിൽ അണ്ടർ വരുന്നതാണ്. ഇനി സെക്കൻഡറി തന്നെ നമ്മൾ പല രീതിയിൽ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അതായത് ആ ഒരു നേച്ചർ ഓഫ് ഓപ്പറേഷനെ ബേസ് ചെയ്തിട്ട് എങ്ങനെയാണ് ഈ മെഷർമെന്റിന്റെ ഒരു ഓപ്പറേഷൻ എന്നുള്ളത്. അപ്പൊ ഫസ്റ്റ് ടൈപ്പ് ആണ് ഇൻഡിക്കേറ്റിംഗ് ഇൻസ്ട്രുമെന്റ്. ഓക്കെ. അതായത് നമുക്ക് മെഷർ ചെയ്യേണ്ട വാല്യൂ ഇൻഡിക്കേറ്റ് ചെയ്യുക ബൈ മീൻസ് ഓഫ് എ പോയിന്റർ വിച്ച് മൂവ്സ് ഓൺ എ സ്കെയിൽ. ഒരു സ്കെയിലിൽ പോയിന്റ് ചെയ്യുക എന്നുള്ളത്. ഓക്കെ. അപ്പൊ അതിന് നമുക്കൊരു എക്സാമ്പിൾ പറയാൻ പറ്റുന്നത് എന്താ? അമ്മീറ്റർ, വോൾട്ട് മീറ്റർ ഒക്കെ നമ്മൾ വാട്ട് മീറ്റർ, ഇതെല്ലാം നമ്മൾ എന്താണ് ഒരു പോയിന്റർ ആൻഡ് സ്കെയിൽ എന്നൊരു മെത്തേഡാണ് അല്ലെ. അപ്പൊ അതിന് നമുക്ക് എന്താ അപ്പോഴുള്ള ഒരു ഇൻസ്റ്റന്റേനിയസ് വാല്യൂ ഇൻഡിക്കേറ്റ് ചെയ്യും ഈ ഇൻഡിക്കേറ്റിംഗ് ഇൻസ്ട്രുമെന്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ. ദെൻ സെക്കൻഡ് ആണ് റെക്കോർഡിംഗ് ഇൻസ്ട്രുമെന്റ്സ്. പേര് കേൾക്കുമ്പോൾ തന്നെ അറിയാം ഇത് കണ്ടിന്യൂസ്ലി നമുക്ക് മെഷർ ചെയ്യേണ്ട ക്വാണ്ടിറ്റിയെ അതിന്റെ വേരിയേഷനെ റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് വിത്ത് റെസ്പെക്ട് ടു ടൈം. അപ്പം അതിന് നമുക്കിപ്പം മോണിറ്റർ ചെയ്യാൻ ഉപയോഗിക്കുന്ന റെക്കോർഡ്സ് ഒക്കെ നമുക്ക് ഈ ഒരു കാറ്റഗറിയുടെ അണ്ടറിൽ പറയാം. അല്ലെങ്കിൽ ഒരു എന്താ പറയാ, വേരിയേഷൻസ് അറിയാവുന്ന സ്ട്രിപ്പ് ചാർട്ട് റെക്കോർഡർ, അങ്ങനെയൊക്കെ അതൊക്കെ നമുക്ക് ഈ റെക്കോർഡിംഗ് ടൈപ്പിൽ നമുക്ക് പറയാൻ പറ്റും. അതായത് ഒരു ചാർട്ട് ബേസിസിലോ അല്ലെങ്കിൽ ഒരു ഡയൽ ബേസിസിലോ റെക്കോർഡ് ചെയ്യുക. ഓക്കെ. ദെൻ തേർഡ് ഇസ് ഇന്റഗ്രേറ്റിംഗ് ഇൻസ്ട്രുമെന്റ്സ്. ഇന്റഗ്രേറ്റിംഗ് എന്ന് പറയുന്നത് ഒരു പർട്ടിക്കുലർ പീരീഡ് ഓഫ് ടൈമിലേക്കുള്ള ടോട്ടൽ ക്വാണ്ടിറ്റിയുടെ കൺസംഷൻ റെക്കോർഡ് ചെയ്യുക. ഓക്കെ. ഇപ്പൊ നമ്മൾ എക്സാമ്പിൾ ആണെങ്കിൽ അതായത് ഇലക്ട്രിസിറ്റി അല്ലെങ്കിൽ എനർജി, ഇങ്ങനെയുള്ളതെല്ലാം നമ്മളൊരു പീരീഡ് ഓഫ് ടൈമിലോട്ടാണ് നമ്മളത് പറയുന്നത്. അതായത് ഒരു ഇൻസ്റ്റന്റിലെ വാല്യൂ അല്ല, ഒരു സ്പെസിഫിക് പീരീഡ് ഓഫ് ടൈമിൽ റീഡിംഗ് ആണ് നമുക്ക് തരുന്നത്. അപ്പൊ അതൊക്കെയാണ് നമ്മുടെ വീട്ടിലെ കറണ്ട് മീറ്റർ ഒക്കെ അതാണ് അല്ലെ. അപ്പൊ അതിന് എക്സാമ്പിൾ ആണ് ആംപിയർ അവർ മീറ്റർ, എനർജി മീറ്റർ, കിലോ വോൾട്ട് ആംപിയർ അവർ മീറ്റർ, അങ്ങനെയൊക്കെ. ഓക്കെ. ഇനി ഇപ്പൊ പറഞ്ഞ ഇൻസ്ട്രുമെന്റ്സിലെ ഇൻഡിക്കേറ്റിംഗ് ഇൻസ്ട്രുമെന്റ്സിൽ നമുക്ക് പോയിന്റർ ആൻഡ് സ്കെയിലിന്റെ ഉപയോഗമാണെന്ന് പറഞ്ഞു അല്ലേ.
അപ്പൊ ഈ പോയിന്റർ വർക്ക് ചെയ്യണമെങ്കിൽ നമുക്ക് അല്ലെങ്കിൽ ഓപ്പറേറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് 3 ടോർക്സ് ആവശ്യമാണ്. ഓക്കെ, ടോർക്ക് എന്ന് പറയുമ്പോൾ എന്താ പറയാ, ഫോഴ്സിനോട് ഈക്വലന്റ് ആണ് അല്ലെ ടോർക്ക് എന്ന് പറയുന്നത്. അപ്പൊ ടോർക്ക് എന്ന് പറയുമ്പോൾ ആ ഒരു വേരിയേഷൻ വിത്ത് റെസ്പെക്ട് ടു ടൈം എന്നൊക്കെ വരുന്നത് കൊണ്ടാണ് നമ്മൾ ടോർക്ക് എന്ന് പറയുന്നത്. അപ്പൊ ഈ ടോർക്ക് നമുക്ക് 3 റിക്വയർഡ് ആണ്. ഒന്ന് ഡിഫ്ലക്റ്റിംഗ് ടോർക്ക് അല്ലെങ്കിൽ ഓപ്പറേറ്റിംഗ് ടോർക്ക് എന്ന് പറയും, ടി ഡി എന്ന് റെപ്രസെന്റ് ചെയ്യും. കൺട്രോളിംഗ് ടോർക്ക് ടി സി എന്ന് റെപ്രസെന്റ് ചെയ്യും, ഓർ റീസ്റ്റോറിംഗ് ടോർക്ക്. ദെൻ തേർഡ് ഇസ് ഡാമ്പിംഗ് ടോർക്ക്. ഇനി ഈ 3 എന്താണെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ, ഡിഫ്ലക്റ്റിംഗ് ഓർ ഓപ്പറേറ്റിംഗ് ടോർക്ക്. ടോർക്ക് റിക്വയർഡ് ടു മൂവ് ദ പോയിന്റർ ഓവർ എ കാലിബ്രേറ്റഡ് സ്കെയിൽ. അതായത് നമ്മൾ ലോഡ് കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ മെഷർ ചെയ്യാനുള്ള ക്വാണ്ടിറ്റി നമ്മൾ അതിൽ സിസ്റ്റത്തിൽ അപ്ലൈ ചെയ്യുമ്പോൾ ഈ പോയിന്റർ മൂവ് ചെയ്യണം അല്ലെ, 0 എന്നുള്ള പൊസിഷനിലേക്ക് നമുക്ക് വേണ്ട വാല്യൂലോട്ട് ഇത് മൂവ് ചെയ്യണം. അപ്പൊ ആ മൂവ് ചെയ്യാൻ വേണ്ട ആ ഒരു ടോർക്കിനെയാണ് നമ്മൾ ഡിഫ്ലക്റ്റിംഗ് അല്ലെങ്കിൽ ഓപ്പറേറ്റിംഗ് ടോർക്ക് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു ടോർക്ക് ഉണ്ടെങ്കിൽ മാത്രമേ എന്താ പറയാ നമുക്ക് ഈ പോയിന്ററിനെ മൂവ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ ഡിഫ്ലക്റ്റിംഗ് ടോർക്ക് നമുക്ക് പല രീതിയിൽ പ്രൊഡ്യൂസ് ചെയ്യും. ഇപ്പൊ നമ്മളെ ഇലക്ട്രിക് എഫക്റ്റോ അല്ലെങ്കിൽ വോൾട്ടേജ് എഫക്റ്റോ ഉള്ള ഏത് എഫക്ട്സ് എടുത്താലും, അതായത് കറണ്ട് എഫക്ട്സ് അല്ലെങ്കിൽ വോൾട്ടേജ് എഫക്റ്റ് ഉള്ള ഏത് ടൈപ്പ് എഫക്റ്റ് യൂസ് ചെയ്തിട്ട് വേണമെങ്കിലും നമുക്ക് ഡിഫ്ലക്റ്റിംഗ് ടോർക്ക് പ്രൊഡ്യൂസ് ചെയ്യാം. ഓക്കെ, ഇനി ഒരു അനലോഗ് ഇൻസ്ട്രുമെന്റ് എടുക്കുകയാണെങ്കിൽ ഈ ഡിഫ്ലക്റ്റിംഗ് ടോർക്ക് എന്ന് പറയുന്നത് അതിലുണ്ടാവുന്ന കറണ്ടിന് പ്രപ്പോർഷണൽ ആയിരിക്കും എപ്പോഴും. ഓക്കെ, നെക്സ്റ്റ് കൺട്രോളിംഗ് ഓർ റീസ്റ്റോറിംഗ് ടോർക്ക്. ഓക്കെ, ഈ നമ്മൾ നേരത്തെ പറഞ്ഞു ഈ പോയിന്റർ 0 പൊസിഷനിൽ നിന്ന് മൂവ് ചെയ്യണം എന്ന് പറഞ്ഞു. മൂവ് ചെയ്യാന്ന് പറഞ്ഞാൽ ഇങ്ങനെ റാൻഡം ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യാൻ പാടില്ലല്ലോ അല്ലേ. നമുക്ക് വേണ്ട മെഷർമെന്റ് വരുന്നത് വരെ ഇതൊരു ബാലൻസ്ഡ് മൂവിങ് ആയിരിക്കണം അല്ലേ. അപ്പോൾ ഇതിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട്, ഈ പോയിന്ററിന്റെ മൂവ്മെന്റിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കൺട്രോളിംഗ് ടോർക്ക് നമ്മൾ യൂസ് ചെയ്യുന്നത്. കൺട്രോളിംഗ് അല്ലെങ്കിൽ റീസ്റ്റോറിംഗ് ടോർക്ക് അല്ലെങ്കിൽ ബാലൻസിങ് ടോർക്ക് എന്ന് പറയാം. ഓക്കെ, അപ്പൊ ഈ കൺട്രോളിംഗ് ടോർക്കിന്റെ മെയിൻ ഫങ്ഷൻസ് എന്ന് പറയുന്നത് ഈ പോയിന്റർ ഫൈനൽ ഡിഫ്ലക്ഷന് മേലെ പോകാൻ പാടില്ല. ഓക്കെ, അതായത് നമുക്ക് മെഷർ ചെയ്യേണ്ട ആ ഒരു ക്രിട്ടിക്കൽ അല്ലെങ്കിൽ ആ മെഷർമെന്റ് വാല്യൂ വരുമല്ലോ, ആ വാല്യൂ വരെ ഇത് മൂവ് ചെയ്യാൻ പാടുള്ളൂ. ഓക്കെ, ദെൻ ഇത് നമ്മൾ ഡിസ്കണക്ട് ചെയ്ത ഈ ഇൻസ്ട്രുമെന്റ് ഡിസ്കണക്ട് ചെയ്ത ഇത് 0 പൊസിഷനിലേക്ക് ഈ പോയിന്റർ പോവുകയും വേണം. ഈ 2 ഫങ്ഷൻസ് ആണ് കൺട്രോളിംഗ് ടോർക്ക് പ്രൊവൈഡ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ കൺട്രോളിംഗ് ടോർക്ക് നമുക്ക് 2 മെത്തേഡിലൂടെ പ്രൊവൈഡ് ചെയ്യാം. ഒന്ന് സ്പ്രിംഗ് കൺട്രോളും, 2 ഗ്രാവിറ്റി കൺട്രോള്. ആദ്യത്തെ മെത്തേഡ് സ്പ്രിംഗ് കൺട്രോൾ മെത്തേഡ് എങ്ങനെയാണെന്ന് നോക്കാം. ഇപ്പൊ നിങ്ങൾക്ക് ഈ ഫിഗറിൽ കാണാം, ഇത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു എന്താ പറയാ, ഒരു നോൺ മാഗ്നറ്റിക് അലോയ് ആയിട്ടുള്ള 2 ഹെയർ സ്പ്രിങ്സ് യൂസ് ചെയ്തിട്ടാണ് നമ്മളിത് ഉണ്ടാക്കുന്നത്. അതായത് ഇപ്പൊ നിങ്ങൾക്ക് ഇത് ഈ സ്പിൻഡിൽ കാണാം, ഈ നേരെയുള്ള റോഡ് പോലെ സ്പിൻഡിൽ എന്ന് പറയാം. ഓക്കെ, അത് അങ്ങനെ നമുക്ക് ഒരു ബിയറിംഗ് യൂസ് ചെയ്ത് റൊട്ടേറ്റ് ചെയ്യാനുള്ള ഒരു മൂവിങ് സിസ്റ്റം പോലെയാണ് ഓക്കെ ആക്ട് ചെയ്യുന്നത്. അപ്പൊ ഈ സ്പിൻഡിലിന്റെ ഏറ്റവും ടോപ്പിലായിട്ട് പോയിന്റർ ഇങ്ങനെ കണക്ട് ചെയ്തിട്ടുണ്ട്, കാലിബ്രേറ്റഡ് സ്കെയിൽ കാണിച്ചിട്ടുണ്ട്. സ്കെയിലിന് ഓവർ ഇങ്ങനെ പോയിന്റർ മൂവ് ചെയ്യണം അല്ലെ. അത് കൂടാതെ ഈ പോയിന്ററിന്റെ ഒരു ബാലൻസിന് വേണ്ടിയിട്ടാണ് ഇവിടെ ബാലൻസ് വെയിറ്റ് കൊടുത്തിരിക്കുന്നത്. ദെൻ അതുപോലെ എ ബി എന്ന് 2 സ്പ്രിങ് കാണിച്ചിട്ടുണ്ട്, അതാണ് നമ്മുടെ കൺട്രോൾ സ്പ്രിങ്സ്. ഓക്കെ, ഇത് നോൺ മാഗ്നറ്റിക് ആണ്. ഓക്കെ, ഫോസ്ഫറസ് ബ്രോൺസ് അല്ലെങ്കിൽ ബെർലിയം കോപ്പർ, ഈ രണ്ടിലെ ഏതെങ്കിലും ഒരു മെറ്റീരിയൽ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ സ്പ്രിങ് ഉണ്ടാക്കുന്നത്. ഓക്കെ, ഇനി ഇത് രണ്ടും
ദേ ആർ വൂണ്ട് ഇൻ ഓപ്പോസിറ്റ് ഡയറക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് ഇതിന്റെ നിങ്ങൾ നോക്കിയാൽ മതി, എന്റെ എൻഡും ബിന്റെ എൻഡും രണ്ടും ഓപ്പോസിറ്റ് ആയിട്ടാണ് നിൽക്കുന്നത്. അതായത് ഒരെണ്ണം ക്ലോക്ക് വൈസ് കറങ്ങുമ്പോൾ മറ്റേത് ആന്റി ക്ലോക്ക് വൈസ് കറങ്ങണം. ഇതാണ് അതിന്റെ ഉദ്ദേശം. അതായത് നമ്മൾ ഈ പോയിന്റർ മൂവ് ചെയ്യുന്ന അനുസരിച്ച് ഒരു സ്പ്രിങ് ക്ലോക്ക് വൈസ് ഇപ്പം എങ്ങോട്ടാണോ പോയിന്റർ ഡയറക്ഷൻ, ആ പോയിന്റ് ഡയറക്ഷനിലേക്ക് തിരിയും. അപ്പൊ അതിന് ആ സെക്കൻഡ് ബി എന്ന് പറയുന്ന സ്പ്രിങ് ഇതിനെ ഒപ്പോസിങ് ഫോഴ്സ് ആയിട്ടായിരിക്കും ആക്ട് ചെയ്യുന്നത്. ഓക്കെ, ഇപ്പം എ ക്ലോക്ക് വൈസ് കറങ്ങുകയാണെങ്കിൽ ബി ആന്റി ക്ലോക്ക് വൈസ് ഇങ്ങനെ ഫോഴ്സ് കൊടുത്തുകൊണ്ടിരിക്കുകയായിരിക്കും. അപ്പം പോയിന്റർ എവിടെ സ്റ്റോപ്പ് ആവാൻ ഉദ്ദേശിക്കുന്നോ അത് ബി നമുക്ക് തിരിച്ച് ആ പോയിന്റർ കറക്കിക്കോളും. അങ്ങനെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും ഇതിനെ. ഓക്കെ, അപ്പോൾ ഈ സ്പ്രിംഗ് കൺട്രോൾ നമ്മൾ കൊടുക്കുന്ന സമയത്ത് ഈ സ്പ്രിങ്ങിന് വേണ്ട പ്രോപ്പർട്ടീസ് അല്ലെങ്കിൽ റിക്വയർമെന്റ്സ് എന്തൊക്കെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മെക്കാനിക്കൽ സ്ട്രെസ് ഫ്രീ ആയിരിക്കണം, അതുപോലെ റെസിസ്റ്റൻസ് കുറവായിരിക്കണം, സഫീഷ്യൻ്റ് ആയിട്ടുള്ള ക്രോസ് സെക്ഷണൽ ഏരിയ വേണം, ലോ റെസിസ്റ്റൻസ് ടെമ്പറേച്ചർ കോഎഫിഷ്യൻ്റ് ആയിരിക്കണം. അപ്പൊ ഇതെല്ലാം കൂടി പറ്റുന്ന ഒരു എലമെന്റ് ആണ് ഈ നോൺ മാഗ്നറ്റിക് അലോയ് ഓഫ് ഫോസ്ഫറസ് ബ്രോൺസ് അല്ലെങ്കിൽ ബെർലിയം കോപ്പർ എന്നൊക്കെ പറയുന്നത്. ഓക്കെ, അപ്പൊ ഇതിന്റെ വർക്കിംഗ് ഒന്നും കൂടി പറയാണ്. വെൻ ദ മൂവിംഗ് സിസ്റ്റം ഡിഫ്ലക്റ്റഡ്, വൺ സ്പ്രിങ് ഗെറ്റ്സ് വൂണ്ടഡ് ആൻഡ് ദി അതർ വൺ ഗെറ്റ്സ് അൺവൂണ്ടഡ്. അതായത് ഒരെണ്ണം ചുറ്റി ടൈറ്റ് ആവുമ്പോൾ മറ്റേത് ലൂസ് ആയിക്കൊണ്ടിരിക്കും, ഓപ്പോസിറ്റ് ഡയറക്ഷനിലോട്ട് കറങ്ങിക്കൊണ്ടിരിക്കും. അങ്ങനെയാണ് ഇത് ആ ഒരു കൺട്രോളിങ് ടോർക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. ആൻഡ് ഈ കൺട്രോളിങ് ടോർക്ക് എന്ന് പറഞ്ഞാൽ ഇതിന്റെ റൊട്ടേഷൻ അല്ലേ, റൊട്ടേഷനെ ബേസ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇതിന്റെ ഡിഫ്ലക്റ്റിംഗ് ആംഗിൾ ആണ് തീറ്റ. ഓക്കെ, ആംഗിൾ ഓഫ് ഡിഫ്ലക്ഷൻ ആണ് ഈ കൺട്രോളിങ് ടോർക്ക് പ്രൊപ്പോർഷണൽ ആയിട്ടുള്ളത്. അതായത് ടി സി ഈസ് പ്രൊപ്പോർഷണൽ ടു തീറ്റ. ഓക്കെ, ദ പോയിന്റർ കംസ് ടു എ പൊസിഷൻ ഓഫ് റെസ്റ്റ് ഓർ ഇക്വിലിബ്രിയം. പോയിന്റർ എപ്പോഴാണ് ഇക്വിലിബ്രിയം ആവണേന്ന്. ഓക്കെ, വെൻ ദ ഡിഫ്ലക്ഷൻ ടോർക്ക് ഓർ ആൻഡ് ദ കൺട്രോളിംഗ് ടോർക്ക് ആർ ഈക്വൽ, ടി ഡി ഈക്വൽ ടു ടി സി. അതായത് ഡിഫ്ലക്റ്റിംഗ് ടോർക്ക് എന്ന് പറഞ്ഞാൽ ഈ പോയിന്റർ സീറോയിൽ നിന്ന് അനങ്ങാൻ വേണ്ട ടോർക്ക്, അതും ഈ കൺട്രോളിംഗ് ടോർക്ക് എപ്പോഴാണ് ഈക്വൽ ആവുന്നത് അപ്പോഴാണ് എന്ത് സംഭവിക്കുന്നത്, ഈ പോയിന്റർ സ്റ്റോപ്പ് ആവുന്നത്. ഓക്കെ, അല്ലെങ്കിൽ റസ്റ്റിലാവുന്നത് അല്ലെങ്കിൽ ഇക്വിലിബ്രിയത്തിൽ എത്തുന്നത്, അങ്ങനെയൊക്കെ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഡിഫ്ലക്ഷൻ എന്ന് പറയുന്നത് നമുക്ക് നേരത്തെ ഞാൻ പറഞ്ഞു, ടി ഡി ഡിഫ്ലക്ഷൻ ടോർക്ക് എന്ന് പറയുന്നത് എപ്പോഴും കറണ്ടിന് പ്രൊപ്പോർഷണൽ ആണെന്ന് ഞാൻ പറഞ്ഞു. അപ്പൊ ടി ഡി എന്ന് പറയുന്നത് കറണ്ടിന് പ്രൊപ്പോർഷണൽ ആണ്, ആൻഡ് ടി സി എന്ന് പറയുന്നത് ആംഗിൾ ഓഫ് ഡിഫ്ലക്ഷന് പ്രൊപ്പോർഷണൽ ആണ്, അല്ലേ? അപ്പോ ഈ എന്താണ് സ്പ്രിംഗ് കൺട്രോൾ എന്ന് പറയുന്നതും ഡിഫ്ലക്ഷന് അതായത് ടോട്ടലി എന്താ പറയാ, ഡിഫ്ലക്ഷന് പ്രൊപ്പോർഷണൽ ആയതുകൊണ്ട് തന്നെ ഇതിന് യൂണിഫോം സ്കെയിൽ എന്ന് പറയാം. ഓക്കെ, നെക്സ്റ്റ് ഇസ് ഗ്രാവിറ്റി കൺട്രോൾ മെത്തേഡ്. ഗ്രാവിറ്റി കൺട്രോൾ മെത്തേഡ്, എ സ്മോൾ വെയിറ്റ് ഇസ് അറ്റാച്ച്ഡ് ടു സ്പിൻഡിൽ ഓഫ് ദ മൂവിംഗ് സിസ്റ്റം. നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ആട്ടോ ഇത്. ഇതിനകത്ത് ഒരു സ്പിൻഡിലുണ്ട്, സ്പിൻഡിലിൽ ഒരു ബാലൻസ് വെയിറ്റ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഈ ഗ്രാവിറ്റേഷണൽ പുള്ള് കാരണം ഓക്കെ ഈ കൺട്രോളിങ് ടോർക്ക് ഓപ്പോസിറ്റ് ആക്ട് ചെയ്യാണ്, അതായത് ഡിഫ്ലക്റ്റിംഗ് ടോർക്കിന് ഓപ്പോസിറ്റ് ആയിട്ട് ആക്ട് ചെയ്യാണ്. ഓക്കെ, അതായത് എങ്ങോട്ട് ഈ പോയിന്റർ മൂവ് ചെയ്യുന്നോ, ഇനിഷ്യൽ പൊസിഷനിൽ നിന്ന് എങ്ങോട്ട് മൂവ് ചെയ്യുന്നോ അതിന് ഓപ്പോസിറ്റ് ആയിട്ട് ഈ കൺട്രോളിങ് ടോർക്ക് ഇവിടെ ആക്ട് ചെയ്യും. ഓക്കെ, അപ്പൊ ഇവിടെ നമുക്ക് നോക്കുകയാണെങ്കിൽ ഈ ഒരു മോഡലിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ സെക്കൻഡ് ഫിഗർ നോക്കുമ്പോൾ കാണാം, ഈ ഡിഫ്ലക്ഷൻ എന്ന് പറയുന്നത് ഒരു കൺട്രോൾ വെയിറ്റ് കൊടുത്തിരിക്കുകയാണെന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ ആ വെയിറ്റിലാണ് ഈ ഡിഫ്ലക്ഷൻ ആക്ട് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ഡയറക്റ്റ് തീറ്റ എന്ന് പറയാൻ പറ്റില്ല. ഈ ഗ്രാവിറ്റേഷണൽ പുള്ള് വന്നേക്കണുണ്ടോ ഡബ്ല്യു എന്ന് പറഞ്ഞിട്ട്, അപ്പൊ ഡബ്ല്യു അതിന് അക്രോസ് ഈ വെയിറ്റ് മൂവ് ചെയ്യുന്നത് എങ്ങോട്ടാ, ഡബ്ല്യു സൈൻ തീറ്റ ഡയറക്ഷനിലേക്കാണ് ഈ ഡിഫ്ലക്ഷൻ സംഭവിക്കുന്നത്. അപ്പം കൺട്രോളിങ് ടോർക്ക് എന്ന് പറയുന്നത്, അതായത് ഇതിങ്ങനെ മൂവ് ചെയ്ത് പോകുന്ന പോയിന്റർ മൂവ് ചെയ്യുന്ന അനുസരിച്ച് ഈ സൈൻ തീറ്റയുടെ
മൂവ്മെന്റ് ആണ് അവിടെ വരുന്നത്. ഓക്കെ, അപ്പോൾ ആ മൂവ്മെന്റ് ആയിരിക്കും എന്ത് കൺട്രോൾ ചെയ്യാൻ യൂസ് ചെയ്യുന്നത്. അതേപോലെ നേരത്തെ പറഞ്ഞ പോലെ ടി ഡി എന്ന് പറയുന്നത് ഓൾവേസ് ഇസ് പ്രൊപ്പോർഷണൽ ടു ഐ. അപ്പൊ കറണ്ട് എന്ന് പറയുന്നത് ഇസ് പ്രൊപ്പോർഷണൽ ടു സൈൻ തീറ്റയാണ്. അപ്പൊ ഒരു നോൺ ലീനിയർ ആയിട്ടുള്ള ഒരു സ്കെയിൽ ആയിരിക്കും അവിടെ ഉണ്ടാവും. അതായത് ക്രാംഡ് സ്കെയിൽ എന്ന് പറയും. അതായത് തുടക്കത്തില് ഡിവിഷൻസ് കൂടുതലായിരിക്കും, പിന്നെ കൂടി വരുമ്പോഴേക്കും ഡിവിഷൻസ് കുറഞ്ഞു വൈഡ് ആയിട്ട് വരും. ഇതാണ് നമ്മൾ നോൺ ലീനിയർ അല്ലെങ്കിൽ ക്രാംഡ് സ്കെയിൽ എന്ന് പറയുന്നത്. Then damping torque. Damping torque is one which acts on the moving system of the instrument only when it is moving and always opposes its motion. അതായത് ഇപ്പൊ ഈ കൺട്രോളിങ് ടോർക്ക് കൊടുത്ത് നമ്മൾ പോയിന്റിലേക്ക് എത്തിക്കാൻ നോക്കും, ഇക്വിലിബ്രിയത്തിലോട്ട് എത്തിക്കാൻ നോക്കണം അല്ലേ? ഓക്കെ, അപ്പം ഇങ്ങനെ എത്തിച്ച് നമ്മൾ വന്നത് സ്റ്റോപ്പ് ചെയ്യുമ്പോൾ ഡയറക്റ്റ് സ്റ്റോപ്പ് ആവുമല്ല ചെയ്യുന്നത്. ഈ പോയിന്ററിനൊരു ഓസിലേഷൻ ഉണ്ടാവും. അപ്പൊ ഇതിങ്ങനെ ഓസിലേറ്റ് ചെയ്ത് നിൽക്കാൻ പറ്റില്ലല്ലോ. ഓസിലേറ്റ് ചെയ്ത് ഫൈനലി നമ്മൾ ആ ഫൈനൽ പൊസിഷനിൽ വന്ന് സ്റ്റോപ്പ് ചെയ്യണം. അപ്പൊ അങ്ങനെ സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് ഈ ഓസിലേഷൻ സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടി നമുക്കൊരു ടോർക്ക് ആവശ്യമാണ്. അതാണ് ഡാമ്പിംഗ് ടോർക്ക് എന്ന് പറയുന്നത്. അപ്പൊ ഈ അഥവാ ഈ ഡാമ്പിംഗ് ടോർക്ക് ഇല്ല എന്നുണ്ടെങ്കിൽ ഈ പോയിന്റർ ഇങ്ങനെ കണ്ടിന്യൂസ്ലി ഓസിലേറ്റ് ചെയ്തുകൊണ്ടിരിക്കും, ഫൈനൽ പൊസിഷനിൽ എത്തിയാലും നിൽക്കില്ല. ഓക്കെ, അപ്പം ആ ഒരു നീഡിന് വേണ്ടിയിട്ടുള്ള ടോർക്കിനെയാണ് നമ്മൾ ഡാമ്പിംഗ് ടോർക്ക് എന്ന് പറയുന്നത്. അപ്പം ഒരു ഡാമ്പിന്റെ കണ്ടീഷൻസ് എന്ന് പറഞ്ഞാൽ നമുക്ക് പല രീതിയിൽ പറയാം. നമ്മൾ ഓസിലേഷൻ പഠിക്കുമ്പോഴും ഈ ഒരു തരത്തിൽ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇതിപ്പോ നമ്മളൊരു മൂവിങ് സിസ്റ്റത്തെ ബേസ് ചെയ്ത് പറയുകയാണെങ്കിൽ നമുക്ക് 3 കണ്ടീഷൻസ് എങ്ങനെയാണ് പറഞ്ഞതെന്ന് നോക്കാം. അണ്ടർ ഡാമ്പ് എന്ന് പറയുന്നത് സിസ്റ്റം ഇങ്ങനെ ഓസിലേറ്ററി ആയിരിക്കുമ്പോഴാണ് അതിനെ അണ്ടർ ഡാമ്പ് എന്ന് പറയുന്നത്. ഇനി ഓവർ ഡാംപ്ഡ് എന്ന് പറയുമ്പോഴേക്കും നമുക്ക് ഈ സിസ്റ്റത്തിന്റെ റെസ്പോൺസ് 0 ടു ഫൈനൽ പൊസിഷനിലേക്ക് എത്താനുള്ള റെസ്പോൺസ് ടൈം കൂടുതലാണെങ്കിൽ അത് ഓവർ ഡാമ്പിംഗ് ആണെന്ന് പറയും. ദെൻ ക്രിട്ടിക്കലി ഡാമ്പ് എന്ന് പറയുന്നത് ഒരു ഓസിലേഷനും ഇല്ലാതെ സഡൻ ആയിട്ട് റെസ്പോൺസ് സെറ്റിൽ ഡൗൺ ചെയ്യുന്ന മൂവിങ് സിസ്റ്റത്തിലാണ് നമ്മൾ ക്രിട്ടിക്കൽ ഡാമ്പിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഈ ഡാമ്പിംഗ് ടോർക്ക് പ്രൊവൈഡ് ചെയ്യാൻ നമുക്ക് കുറച്ച് മെത്തേഡ്സ് ഉണ്ട്. അതായത് 3 മെത്തേഡ്സ് ആണ് മെയിൻ ആയിട്ടുള്ളത്. എയർ ഫ്രിക്ഷൻ ഡാമ്പിംഗ്, ഫ്ലൂയിഡ് ഫ്രിക്ഷൻ ഡാമ്പിംഗ്, എഡ്ഡി കറന്റ് ഡാമ്പിംഗ്. അപ്പം അതിന്റെ ഓരോ ആപ്ലിക്കേഷൻസും പറയുന്നുണ്ട്. എയർ ഫ്രിക്ഷൻ ആണെങ്കിൽ മൂവിങ് അയണിലും ഇലക്ട്രോ ഡൈനാമോമീറ്ററിലൊക്കെയാണ് യൂസ് ചെയ്യുന്നത്. ഫ്ലൂയിഡ് ഫ്രിക്ഷൻ ആണെങ്കിൽ ഇലക്ട്രോസ്റ്റാറ്റിക് വോൾട്ട് മീറ്റർ. ദെൻ എഡ്ഡി കറന്റ് ആണെങ്കിൽ പെർമനന്റ് മാഗ്നറ്റ് മൂവിങ് കോയിൽ, ദെൻ ഗാൽവനോമീറ്റർ, ഹോട്ട് വയർ, ഇൻഡക്ഷൻ ടൈപ്പിലൊക്കെയാണ് എഡ്ഡി കറണ്ട് യൂസ് ചെയ്യുന്നത്. ഏറ്റവും എഫക്റ്റീവ് ആയിട്ടുള്ളത് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എഡ്ഡി കറണ്ട് ആണ് എഫക്റ്റീവ് ആയിട്ടുള്ള ഡാമ്പിംഗ് സിസ്റ്റം. അപ്പൊ അതിന്റെ ഒരു എന്താണ് ഓർഡർ ആണ്, എഫക്റ്റീവ്നെസ്സിന്റെ ഒരു ഓർഡർ ആണ്. എഡ്ഡി കറണ്ട് കഴിഞ്ഞാൽ ദെൻ ഫ്ലൂയിഡ്, ദെൻ എയർ. ഇനി ഇതിന്റെ ഓരോന്നും എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ ഇസ് എയർ ഫ്രിക്ഷൻ ഡാമ്പിംഗ്. ഇതാണ് എയർ ഫ്രിക്ഷൻ ഡാമ്പിംഗ്. നമുക്ക് 2 ടൈപ്പിൽ പറയാം. ഒന്ന് ഇതേപോലെ സ്പിൻഡില് ഒരു പിസ്റ്റൺ, ഒരു എയർ ചേംബറിനകത്ത് പിസ്റ്റൺ മൂവ് ചെയ്യുന്നതാണ് ഫസ്റ്റ് ടൈപ്പ്. ഓക്കെ, അതായത് എ ലൈറ്റ് അലൂമിനിയം ഫ്രെയിം ഈസ് അറ്റാച്ച്ഡ് ടു ദ മൂവിങ് സിസ്റ്റം. അപ്പൊ ഇതാണ് ഒരു ലൈറ്റ് ചേംബർ ആയിട്ട് കാണിച്ചിരിക്കുന്ന ഒരു സിലിണ്ടർ പോലെ ഫോമിൽ ഇരിക്കുന്നതായിരിക്കും അലൂമിനിയം ഫ്രെയിം ചേഞ്ച് എന്ന് പറയുന്നത്, ഫ്രെയിം എന്ന് പറയുന്നത്. ദെൻ ഈ പിസ്റ്റൺ എന്ത് ചെയ്യും, ഈ എയർ ചേംബറിനകത്ത് ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കും. പോയിന്റർ മൂവ് ചെയ്യുന്ന അനുസരിച്ച് ഇതിങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കും. Okay, at the time of oscillation of the moving system or pointer about its final steady state, if the piston is moving into the chamber, the trapped air gets compressed. അകത്തോട്ട് പോവുകയാണെങ്കിൽ എയർ ഗെറ്റ്സ് കംപ്രസ്ഡ് ആൻഡ് ദി പ്രഷർ ഒപ്പോസസ് ദ മോഷൻ ഓഫ് ദ പിസ്റ്റൺ. ഓക്കെ, അപ്പൊ നമ്മൾ ഈ സ്പിൻഡിൽ ഇങ്ങനെ മൂവ് ചെയ്ത് വരുമ്പോഴേക്കും നമ്മൾ കുറഞ്ഞിങ്ങനെ വരും. അതായത് നമ്മുടെ ഫൈനൽ പൊസിഷനിലേക്ക് എത്താനുള്ള ഓസിലേഷൻ, ഒരു ഡാമ്പിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഈ പിസ്റ്റൺ അകത്തോട്ടാണ്, ചേംബറിനകത്തേക്കാണ് മൂവ് ചെയ്യണമെങ്കിൽ അതിന്റെ അകത്തിരിക്കുന്ന എയർ കംപ്രസ് ആവുകയും ആ പ്രഷർ കൊണ്ട് ഈ പിസ്റ്റണിനെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലോട്ട് മൂവ് ചെയ്യിക്കുകയും ചെയ്യും. ഓക്കെ,
അപ്പൊ അതുകൊണ്ട് നമുക്ക് എന്താ പറയും, അതുകൊണ്ട് അങ്ങനെ മൂവ് ചെയ്യുമ്പോൾ തന്നെ എന്താണ്, പോയിന്ററിനെയും അത് സ്റ്റോപ്പ് ചെയ്യിക്കാനായിട്ട് ശ്രമിക്കും അല്ലേ. സിമിലർലി, ഇഫ് ദ പിസ്റ്റൺ ഇസ് മൂവിങ് ഔട്ട് ഓഫ് ദ ചേംബർ, the pressure in the closed chamber falls and becomes less air on the outer part of the piston. Motion is thus again opposed. Oscillations are damped. അപ്പം ഒരു ടു ആൻഡ് ഫ്രോ പോലെ ഈ പിസ്റ്റൺ ആക്ട് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ഈ ഓസിലേഷൻ ഡാമ്പ് ചെയ്യും. ഓക്കെ. ഇനി എയർ ഫ്രിക്ഷനിൽ തന്നെ ഈ വെയിൻ സിസ്റ്റം അല്ലെങ്കിൽ ഒരു സെക്ടർ ഷേപ്ഡ് സിസ്റ്റം ആണത്. ഇതിൽ ഒന്ന് അല്ലെങ്കിൽ രണ്ട് അലൂമിനിയം വെയിൻസ് യൂസ് ചെയ്യാം. നിങ്ങൾക്ക് ഇത് കാണാം കേട്ടോ, അലൂമിനിയം വെയിൻസ് ഈ ഫിഗറിൽ കാണാം എന്താണ് വെയിൻ എന്നുള്ളത്. ഓക്കെ. അപ്പൊ ഈ വെയിൻസ്, അതായത് ഒരു റോഡ് പോലെ, ഓക്കെ, വെയിൻസ് are permitted to swing in a sector shaped closed box that is just large enough to accommodate the veins. വെയിൻസിന്റെ സൈസിൽ അത്രയുള്ള ഒരു സെക്ടർ ഷേപ്ഡ് ക്ലോസ്ഡ് ബോക്സ് ആണ്. ഓക്കെ. ആസ് ദി പോയിന്റർ മൂവ്സ്, ദ വെയിൻ സ്വിംഗ് ഇൻ ദ ബോക്സ്, compressing the air in the front of them. The pressure of compressed air in the veins provides the necessary damping force to reduce the ടെൻഡൻസി ഓഫ് പോയിന്റർ ടു ഓസിലേറ്റ്. അപ്പൊ ഇതിങ്ങനെ മൂവ് ചെയ്യുമ്പം ഇതിനകത്ത് ഇതിന് ചുറ്റുമുള്ള എയർ കംപ്രസ് ആവുകയാണ്. ഓക്കെ. അപ്പൊ ഈ കംപ്രസ് ആവുന്ന എയർ എന്ത് ചെയ്യും, ഒരു പ്രഷർ അപ്ലൈ ചെയ്യും ഈ വെയിൻസിൽ. അപ്പൊ പ്രഷർ അപ്ലൈ ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും, ഒരു ഫോഴ്സ്, ഒരു ഡാമ്പിംഗ് ഫോഴ്സ് ഇത് പ്രൊവൈഡ് ചെയ്യും. ഓക്കെ. ഇപ്പൊ മൂവിങ് അയൺ ഇൻസ്ട്രുമെന്റ്സിലും ഇലക്ട്രോ ഡൈനാമോമീറ്ററിലൊക്കെയാണ് നമ്മൾ ഇത് യൂസ് ചെയ്യുന്നത്. ഇറ്റ് ഈസ് യൂസ്ഡ് വെയർ ദ ഇലക്ട്രിക്കൽ ഫീൽഡ് ഈസ് relatively weak, as because of the absence of electrical components like electrical insulators, it helps in deforming the electrical field. Okay, weak field ഉള്ള സ്ഥലത്തൊക്കെയാണ് നമ്മളിത് എയർ ഫ്രിക്ഷൻ ഡാമ്പിംഗ് നമ്മൾ യൂസ് ചെയ്യുന്നത്. രണ്ടാമത്തെയാണ് ഫ്ലൂയിഡ് ഫ്രിക്ഷൻ ഡാമ്പിംഗ്. നമ്മൾ നേരത്തെ വെയിൻസ് പറഞ്ഞ കേസ് പോലെ തന്നെ വെയിൻസ് അല്ലെങ്കിൽ ഒരു ഡിസ്ക് ഫോം ആണ്. ഓക്കെ. ഇത് നമ്മൾ ഒരു ഓയിൽ, ഹൈ വിസ്കോസിറ്റി ഉള്ള ഒരു ഓയിൽ കണ്ടെയ്ൻ ചെയ്യുന്ന ഒരു പോട്ടിൽ അല്ലെങ്കിൽ ഒരു കണ്ടെയ്ൻ ചെയ്യുന്ന ഒരു കണ്ടെയ്നറിലാണ് നമ്മൾ ഈ വെയിൻസ് അറ്റാച്ച് ചെയ്തിട്ടുള്ളത്. ഓക്കെ. അപ്പൊ ഇവിടെ ഓയിലായിട്ട് സാധാരണ യൂസ് ചെയ്യുന്നത് ടിൽ ഓയിലാണ്, അതായത് എള്ളെണ്ണ, സീസെയിം ഓയിലാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പൊ ആസ് ദി പോയിന്റർ മൂവ്സ്, ദ ഫ്രിക്ഷൻ ബിറ്റ്വീൻ ദ ഓയിൽസ് ആൻഡ് വെയിൻസ് opposes the motion of the pointer and thus necessary damping is provided. ഈ വെയിൻസ് മൂവ് ചെയ്യുമ്പോൾ ഈ ഓയിലുമായിട്ട് അത് എന്താണ് കോണ്ടാക്ട് ആവുകയാണ് അല്ലേ. കോണ്ടാക്ട് ആകുമ്പോൾ ആ ഫ്രിക്ഷൻ കാരണമാണ് ഒപ്പോസ് ചെയ്യാനുള്ള ഫോഴ്സ് അവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. നേരത്തെ നമ്മൾ പറഞ്ഞു വെയിൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യുമ്പോൾ എയറിന്റെ ഫോഴ്സ് കാരണമാണ് അവിടെ ഡാമ്പിംഗ് ഫോഴ്സ് വർക്ക് ആവുന്നത്. ഇവിടെ എങ്ങനെയാണ്, ഈ ഓയിലും വെയിനും തമ്മിലുള്ള ഒരു ഫ്രിക്ഷൻ വെച്ചിട്ടാണ് ഓപ്പോസിങ് ഫോഴ്സ് വർക്ക് ആവുന്നത്. ഇലക്ട്രോസ്റ്റാറ്റിക് വോൾട്ട് മീറ്ററിലൊക്കെയാണ് നമ്മളിത് യൂസ് ചെയ്യുന്നത്. ഓക്കെ. എഡ്ഡി കറന്റ് ഡാമ്പിംഗ്. നമുക്ക് ഈ ഫിഗറിലേക്ക് ഒന്ന് നോക്കാം. ജസ്റ്റ് ഒരു സ്പിൻഡിലിന്റെ കൂടെ ഒരു ഡാമ്പിംഗ് മാഗ്നറ്റും ഡാമ്പിംഗ് ഡിസ്ക് എന്ന് പറഞ്ഞൊരു ഇത് പ്രൊവൈഡ് ചെയ്തിരിക്കുകയാണ് അല്ലെ. ഇപ്പൊ ഫിഗർ ബിയിലോട്ട് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ശരിക്കും മനസ്സിലാവും. ഈ ബിയറിങ്സിലെ സ്പിൻഡില് നമ്മൾ മൗണ്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ സ്പിൻഡിലേക്ക് ഈ ഒരു അലൂമിനിയം ഫോർമർ എന്നും പറഞ്ഞിട്ട് ഇത് ചെയ്തിരിക്കുകയാണ്. അതൊരു ഫ്രെയിമാണ്, ഒരു ഡാമ്പിംഗ് മാഗ്നറ്റോട് കൂടി ഒരു ഡാമ്പിംഗ് ഡിസ്ക് വെച്ചിരിക്കുകയാണ്. ഓക്കെ. അപ്പൊ ഈ അലൂമിനിയം ഡിസ്ക് പോലെയാണ് ഈ അലൂമിനിയം ഫോമർ എന്ന് പറയുന്നത്. അപ്പൊ അലൂമിനിയം ഫ്രെയിം അല്ലെങ്കിൽ ഒരു ഡാമ്പിംഗ് ഡിസ്ക്, കോപ്പർ വെച്ചിട്ടുള്ള ഡാമ്പിംഗ് ഡിസ്ക് പ്രൊവൈഡ് ചെയ്തിരിക്കുകയാണ്. അപ്പം ഇത് ഒരു പെർമനന്റ് മാഗ്നറ്റ് അല്ലെങ്കിൽ ഒരു ഡാമ്പിംഗ് മാഗ്നറ്റും കൂടി ഇതിലേക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ മാഗ്നറ്റ്സിന്റെ സഹായത്തോടു കൂടി ഇത് എന്താണ്, ഇതിനെ റൊട്ടേറ്റ് ചെയ്യാൻ സാധിക്കും. ഓക്കെ. സിൻസ് ഡാമ്പിംഗ് ഡിസ്ക് ഇസ് റൊട്ടേറ്റിംഗ് വിത്ത് സ്പിൻഡിൽ, EMF is induced in the disc according to the Faraday's law of ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ. ഓക്കെ. അപ്പം ഈ സ്പിൻഡിലിന്റെ കൂടെ, അതായത് പോയിന്റർ മൂവ് ചെയ്യുന്ന അനുസരിച്ച് ഈ ഡിസ്ക് മൂവ് ചെയ്യുമല്ലോ. അപ്പൊ ആ മൂവ് ചെയ്യുന്നത് കാരണം എന്തുണ്ടാവുന്നു, ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ കാരണം അവിടെ ഒരു EMF പ്രൊഡ്യൂസ് ചെയ്യാണ്.
Okay. Since disk is a closed circuit, eddy current in the form of concentric circles will be induced in the damping disk. അപ്പം ഇതിനെ അക്രോസ് നമുക്ക് ഈ മാഗ്നറ്റ് സിസ്റ്റം കൂടി കൊടുക്കുന്നത് കാരണമാണ് നമുക്ക് ഈ ഒരു എഡ്ഡി കറണ്ട് അവിടെ ഉണ്ടാവുന്നത്. അപ്പൊ ക്ലോസ് സർക്യൂട്ട് ആയതുകൊണ്ട് നമുക്ക് കോൺസെൻട്രിക് സർക്കിൾസിലുള്ള എഡ്ഡി കറണ്ട് ആണ് അവിടെ ഇൻഡ്യൂസ് ആവുന്നത്. Interaction between this eddy current and the magnetic field develops a force on the damping disk which opposes the movement of the sheet. Okay. And thus providing damping of the oscillation of the pointer. അപ്പം മനസ്സിലായില്ലേ? അപ്പം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പോയിന്റർ മൂവ് ചെയ്യുന്ന അനുസരിച്ച് ഈ ഡിസ്കും മൂവ് ചെയ്യാൻ തുടങ്ങും. അതായത് ഡാമ്പിംഗ് ഡിസ്ക് മൂവ് ചെയ്യാൻ തുടങ്ങും. അപ്പൊ ഇങ്ങനെ മൂവ് ചെയ്യുമ്പോഴേക്കും അവിടെ ഒരു EMF പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. എന്തുകൊണ്ടാണ്? ഈ പെർമനന്റ് മാഗ്നറ്റിന്റെ മാഗ്നറ്റിക് ഫീൽഡ് ഉള്ളത് കൊണ്ട്. ആൻഡ് ഈ ഡിസ്ക് എന്ന് പറയുന്ന ഒരു ക്ലോസ്ഡ് സർക്യൂട്ട് ആയതുകൊണ്ട് തന്നെ ആ ക്ലോസ്ഡ് സർക്യൂട്ടിൽ തന്നെ ഈ എഡ്ഡി കറണ്ട് ഒരു കോൺസെൻട്രിക് സർക്കിൾസിന്റെ ഫീൽഡായിട്ട് ഇത് ഫോം ചെയ്യാണ്. ഓക്കെ. അപ്പൊ ഈ ഫീൽഡും മാഗ്നറ്റിക് ഫീൽഡും കൂടി വരുമ്പോഴേക്കും ഈ എഡ്ഡി കറണ്ടിന്റെ ഫീൽഡും മാഗ്നറ്റിക് ഫീൽഡിന്റെയും കൂടി ഇന്ററാക്ഷൻസ് കാരണം ഈ ഡാമ്പിംഗ് ഡിസ്കിൽ ഒരു ഫോഴ്സ് ആക്ട് ആവുന്നുണ്ട്. അത് ഇപ്പോൾ ഉള്ള മൂവ്മെന്റിനെ ഓപ്പോസ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു ഫോഴ്സ് ആയിരിക്കും അവിടെ ഉണ്ടാവുന്നത്. അങ്ങനെയാണ് ഡാമ്പിംഗ് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പൊ പെർമനന്റ് മാഗ്നറ്റ് മൂവിങ് കോയിൽ പോലെയുള്ള ഇൻസ്ട്രുമെന്റ്സിലെല്ലാം ഈ എഡ്ഡി കറണ്ട് ഡാമ്പിംഗ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്.